ഹലോ സാർ, തുരുത്തിലെ വീട്ടിലെ സെർച്ച് കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളുടെ ഫിംഗർ പ്രിന്റ്സ് ആയിട്ട് അത് മാച്ച് ചെയ്ത് നോക്കണം. ചെയ്യാം സാർ. ഈ മാസത്തെ വാടക കൊടുത്തെന്തായിരുന്നു നന്നായി. ശരി, നീ എത്ര നാൾ അറിയില്ലല്ലോ. അറിഞ്ഞോ, നമ്മുടെ ബേസിന് സമയം കൂടി ഒളിച്ചോടി. ഞങ്ങളൊന്നേ അന്വേഷിച്ചിട്ട് വരാം. ഹായ്. ഹായ്. വരൂ. സന, ഇത് സന. ഹായ് ചേച്ചി. ഹായ് മോളെ. വേണോ? കഴിച്ചായിരുന്നോ? ആ, സന കഴിച്ചോ? ആ. നല്ല മുടിയാണല്ലോ, എങ്ങനെയാ വെട്ടണ്ടേ? എനിക്ക് മുടി വെട്ടണ്ട. ഒരു സെമി ബോയ് കട്ട് ചെയ്താൽ മതി. അവൾ സ്കിറ്റിലെന്തോ ആൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നത്. വെട്ടുവാണ്. അന്ന് രാവിലെ കടയുടെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്തായിരുന്നു? അന്ന് ഞാൻ അകത്ത് കയറിയില്ലല്ലോ സർ. പറഞ്ഞിരുന്നല്ലോ. ബേസിൽ ഞായറാഴ്ച രാവിലെയും വൈകിട്ടും കടയിൽ വന്നിരുന്നു അല്ലേ? ആ, അത് സാധനം കൊണ്ടുപോകാനുണ്ടായിരുന്നു. ആ ബക്കറ്റ് നിറയാൻ എത്ര സമയം എടുക്കും നോക്കിയിട്ടുണ്ടോ? ഏത് ബക്കറ്റ്? മുകളിൽ ഡ്രിൽ ചെയ്തോ? താഴത്തെ ബക്കറ്റിൽ പൊടി വീഴും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ബക്കറ്റിലെ വെള്ളം ക്ലിയർ ആയിരുന്നു. പൊടി ഉണ്ടായിരുന്നില്ല. ആ ബക്കറ്റ് നിറയാൻ ചുരുങ്ങിയ പക്ഷം 15 മണിക്കൂർ എടുക്കും. അപ്പോൾ കുത്തിപ്പൊളി നടന്നിരിക്കുന്നത് അതിനു മുമ്പാണ്. അതായത് തലേ ദിവസം ഞായറാഴ്ച പകൽ. അപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് പകലല്ലേ? എനിക്കെന്താ തോന്നുന്നത്? സന, എന്താ ഇത്? ഇതെന്തിനാ അവളുടെ മുടി വെട്ടിയേ? അതിനെന്താണ്, അവൾക്ക് ചേരുന്നുണ്ടല്ലോ. സന, അത് എന്താ കാണിച്ചു വെച്ചേക്കുന്നേ? മാമ പറഞ്ഞിട്ടോ. നീ എന്തിനാ സമ്മതിച്ചേ? രസല്ലേ അമ്മ? പട്ടാപ്പകല മോഷണം. നല്ല ഉഗ്രം പ്ലാൻ. നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. എനിക്കൊരു ഷെയർ തന്നാ മതി. മറ്റന്നാ ഉച്ചയ്ക്ക് 12 മണിക്ക് കവലയിൽ വെച്ച് ഞാൻ കേസ് ക്ലോസ് ചെയ്യും. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇയാളെ നീ അറിയോടാ? സാറ്, ഇയാളെ എനിക്ക് അറിയില്ല സാറ്. സുമി എന്തി? നീയും അവളും കൂടെ മോഷ്ടിച്ചിട്ട് അവസാനം പിടിക്കുമെന്നാകുമ്പോൾ രണ്ടും കൂടെ മുങ്ങാൻ നോക്കുന്നല്ലടാ. അയ്യോ അല്ല സാറ്, അവളിതിലില്ല. അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അവളിതിലില്ലെങ്കിൽ പിന്നെ ആരാടാ ഉള്ളത്?
പറയടാ, പറഞ്ഞോ. സാറേ അത് പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. സാറേ, അവൻ മിണ്ടി തുടങ്ങിയിട്ടുണ്ട്. യെസ് ഫാറൂഖ്, തൊണ്ടി മുതൽ കിട്ടിയല്ലോ. യെസ് സർ, ഒരു ബാഗ് ഉണ്ട്, അതിലേതാണ്ട് 3 കിലോ സ്വർണ്ണം ഉണ്ടാവും. മതി, കേസ് ക്ലോസ് ചെയ്യാം. സർ എനിക്കൊരു 2 ദിവസം കൂടി വേണം. സ്റ്റീഫൻ മരിച്ചു, അയാളുടെ പ്രസൻസ് ഇവിടെ കിട്ടി. ആ ഗെറ്റവേ ഓട്ടോ ഡ്രൈവറെ കിട്ടി, അയാളുടെ കയ്യിൽ നിന്ന് റിക്കവറിയും കിട്ടി. ഇനി എന്താണ്? ജസ്റ്റ് ക്ലോസ് ദ കേസ്. സർ പ്ലീസ്. ഓക്കെ, വൺ മോർ ഡേ, ദാറ്റ്സ് ഓൾ. സാറിൻ്റെ ഷെയർ കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് തരാം. അത് നീയാണ് തീരുമാനിക്കുന്നത്. ഞാൻ നിനക്ക് ഒരൊറ്റ ദിവസം തരും. അതിനുള്ള സാധനം ആ തുരുത്തിലെ വീട്ടിലെത്തിച്ചേക്കണം. എന്നാൽ ഷെയറിൻ്റെ പകുതി ഇപ്പം തുരുത്തിലെ വീട്ടിൽ വെക്കാം. ബാക്കി കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് വരട്ടെ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇതോടെ തീർന്നാൽ മതിയായിരുന്നു.